ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കണ്ടെടുത്ത സ്വർണ്ണം ഉൾപ്പെടെയുള്ള തെളിവുകൾ SIT കോടതിയിൽ ഹാജരാക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ ഫ്ളാറ്റിൽ നിന്നും ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ പക്കൽ നിന്നും 576 ഗ്രാം സ്വർണ്ണമാണ് പിടിച്ചെടുത്തത്. എന്നാൽ ബാക്കിയുള്ള സ്വർണം കണ്ടെത്തുന്നതിനായി SIT അന്വേഷണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സംസ്ഥാനത്തിന് പുറത്തു നടത്തിയ തെളിവെടുപ്പിലാണ് സ്വർണം കണ്ടെത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാംഗ്ലൂരിലെ വീട്ടിൽ നിന്നും സ്വർണവും റിയൽ എസ്റ്റേറ്റ് രേഖകളും പിടിച്ചെടുത്തിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വിറ്റ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ പക്കൽ നിന്നും 400 ഗ്രാം സ്വർണം ഉൾപ്പെടെ തെളിവെടുപ്പിൽ 576 ഗ്രാം സ്വർണമാണ് പിടിച്ചെടുത്തത്. എന്നാൽ നഷ്ടപ്പെട്ട സ്വർണത്തിൽ കണ്ടെത്താനുള്ളത് ഇനിയുമേറെ. 3 തവണയായി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയത് 4584 ഗ്രാം സ്വർണമെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട്. 2019 സ്ഥാപിച്ച പാളികളിൽ പൂശിയിരിക്കുന്നത് 90.5 ഗ്രാം മാത്രമാണ്. ഇതിൽ തന്നെ 712 ഗ്രാം സ്വർണം ഗോവർദ്ധൻ ഉൾപ്പെടെ 3 വ്യക്തികൾ സംഭാവന നൽകിയതാണ്. അപ്പോഴാണ് ബാക്കിയുള്ള സ്വർണം എവിടെയെന്ന ചോദ്യം ഉയരുന്നത്. ഇത് കണ്ടെത്താൻ കേരളത്തിലുൾപ്പെടെ തെളിവെടുപ്പ് തുടരും. ഗോവർദ്ധനിൽ നിന്നും കണ്ടെടുത്തത് സ്വർണ്ണപ്പാളികളിലെ സ്വർണം തന്നെ ഉറപ്പിക്കാൻ ശാസ്ത്രീയ പരിശോധന നടത്താനും അന്വേഷണ സംഘം നീക്കം നടത്തുന്നുണ്ട്. മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ തുടർ ചോദ്യം ചെയ്യലുമുണ്ടാകും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.